ഹലോ, വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. മുന്തിരി വെച്ചിട്ട് ഉള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ജ്യൂസ് മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് ഞാൻ തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മുന്തിരി മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് അവസാനം ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാൽ ഒരു 2 ആഴ്ചത്തോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മളിവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുന്തിരി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എങ്കിൽ നമ്മൾ മുന്തിരി ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും. അത് ഇടയ്ക്ക് കടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതാണ്. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.